ഹലോ എവരിവൺ, NCERT സമ്മറിയുടെ നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ്. സോ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിലെ സമ്മറികൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വേഗം ചെയ്തു പോകാം അല്ലേ. സോ ഓരോരോ സമ്മറികളായിട്ട് വായിക്കാം. വളരെ എളുപ്പമുള്ള സമ്മറീസ് ആണ്, പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന കൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ വേഗം നമുക്ക് ക്ലിയർ ആയി പോകുന്ന സമ്മറീസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ തന്നെ കണ്ടാൽ മതിയാവും അല്ലേ. ഇവിടെ നോക്കിയും സെമി കണ്ടക്ടേഴ്സ് ആർ ദ ബേസിക് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ പ്രസന്റ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ലൈക്ക് ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ്, ICസിലൊക്കെ ഉപയോഗിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? സെമി കണ്ടക്ടർ ഡിവൈസുകളാണെന്ന് പറയും. ഇനി ലാറ്റിസ് സ്ട്രക്ചർ ആൻഡ് അറ്റോമിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റന്റ് എലമെന്റ്സ് ഡിസൈഡ്, അതായത് ഇലക്ട്രോണുകൾക്ക് ഈസിലി ലൂസ് ചെയ്യാൻ പറ്റുമോ, ഇലക്ട്രോൺസുകൾ പതുക്കെ പോകാൻ പറ്റുമോ, അതൊക്കെയാണ് അറ്റോമിക് സ്ട്രക്ചറും ലാറ്റിസ് സ്ട്രക്ചറും പറയുന്നത്. അത് വെച്ചിട്ടാണ് ഓരോ മെറ്റീരിയൽസും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസ് എന്ന രീതിയിൽ. അതാണ് സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് സമ്മറി പറയുന്നത്. അടുത്ത വായിച്ചു നോക്കി. മെറ്റൽസ് ഹാവ് ലോ റെസിസ്റ്റിവിറ്റി. ശരിയാണ്, മെറ്റൽസിന് ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റിവിറ്റി ആണ്. അതിൻ്റെ ഓർഡർ നോക്കി 10⁻²2 തൊട്ട് 10⁻8 ഓം മീറ്റർ വരെയാണ്. അടുത്ത് നോക്കിയ ഇൻസുലേറ്റേഴ്സ് ഹാവ് റെസിസ്റ്റിവിറ്റി നോക്കിയാൽ, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ആണ്. റോ ഈസ് ഈക്വൽ ടു RA/L എന്നാണ്. അപ്പോൾ ഓം മീറ്റർ ആണ്, ഇവിടെ ഓം മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പം മെറ്റൽസിന് ലോ റെസിസ്റ്റിവിറ്റി ആണ്, ഇൻസുലേറ്റേഴ്സിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, സെമി കണ്ടക്ടേഴ്സിന് ഇതിന് ഇന്റർമീഡിയറ്റ് വാല്യൂ ആണ്. അങ്ങനെയാണ് നമ്മൾ ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ. സെമി കണ്ടക്ടേഴ്സ് രണ്ട് രീതിയിലാണ്. എലമെന്റൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാം, സിലിക്കൺ, ജെർമേനിയം എക്സാമ്പിൾ ആണ്. കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗാലിയം ആർസനൈഡ്, നമ്മുടെ LED മേക്കിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെമി കണ്ടക്ടർ ആണ് ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്നത്. ഗാലിയം ആർസനൈഡ്, കാഡ്മിയം സൾഫൈഡ് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, പ്യുവർ സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. അവിടെ എന്താ പ്രത്യേകത? ദ പ്രസൻസ് ഓഫ് ചാർജ് കാരിയേഴ്സ്, ഇലക്ട്രോൺസും ഹോൾസും ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ എന്താ? അതിന്റെ ഉള്ളിൽ തന്നെയുള്ള പ്രോപ്പർട്ടിയാണ്. ഒരു സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ചാർജ് കാരിയേഴ്സ് ഉണ്ടാവാം. ആ ചാർജ് കാരിയേഴ്സ് എങ്ങനെ ഉണ്ടാവാം? എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ബൈ തെർമൽ എക്സൈറ്റേഷൻ. എങ്ങനെയാണ്? The presence of charge carriers is an intrinsic property of the material and these are obtained as a result of thermal excitation. നമ്മൾ പ്യുവർ സെമി കണ്ടക്ടേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലേ, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. 0 കെൽവിനിൽ ഇൻസുലേറ്റർ ആണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോണുകൾ പുറത്ത് ചാടും, അവിടെ ഹോളുകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ തെർമൽ എക്സൈറ്റേഷൻ വഴിയാണ് ശരിക്കും പുറത്ത് ചാർജ് കാരിയേഴ്സിനെ നമുക്ക് കിട്ടുക. അപ്പോൾ അവിടെ നോക്കുക, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഹോൾസ്. പഠിച്ചതാണ്. Ne = NH ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ. ഹോൾസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വേക്കൻസി ആണ്. അവരുടെ ചാർജ് എന്ന് പറയുന്നത് എഫക്റ്റീവ് പോസിറ്റീവ് ചാർജ് ആണ് എന്നാണ് പഠിച്ചത്. ശരിയാണ്. ദി നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ഡോപ്പിംഗ്. കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ കുറച്ച് ചാർജ് കാരിയേഴ്സിന് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഡോപ്പിംഗ് ചെയ്യുന്നത്. ഡോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെയാണ് കിട്ടുക അല്ലേ. സച്ച് സെമി കണ്ടക്ടേഴ്സ് ആർ നോൺ ആസ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. രണ്ട് തരത്തിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? N ടൈപ്പും P ടൈപ്പും പഠിച്ചിട്ടുള്ളതാണ്. N ടൈപ്പ് സെമി കണ്ടക്ടറിൽ N ടൈപ്പ് എന്ന് ആലോചിക്കുമ്പം N4 നെഗറ്റീവ്, -4 ഇലക്ട്രോൺ, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇലക്ട്രോണുകളാണ് കൂടുതൽ എന്ന രീതിയിൽ ചിന്തിക്കുക. P ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോളുകളാണ് കൂടുതൽ, P4 പോസിറ്റീവ്, +4 ഹോൾ, അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ മതി. പക്ഷേ ഓവറോൾ ചാർജ് എപ്പോഴും എത്രയായിരിക്കും? അത് മറക്കരുത്. ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഏത് സെമി കണ്ടക്ടറും ആയിക്കോട്ടെ, അതിന്റെ ഓവറോൾ ചാർജ് എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും അല്ലേ. സോ N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് സിലിക്കൺ ഓർ ജെർമേനിയം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡോപ്പിംഗ് വിത്ത് പെൻഡാവാലന്റ് ആറ്റംസ്. പെൻഡാവാലന്റ് ആറ്റംസിന് മറ്റൊരു പേരാണ്, മറക്കരുത്, ഡോണേഴ്സ് എന്നാണ്. അവർക്ക് ഇലക്ട്രോണുകൾ കൂടുതലാണ്, അവർ വിട്ട് കൊടുക്കുകയാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ അരസനിക്, ആന്റിമണി, ഫോസ്ഫറസ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഇനി P ടൈപ്പ് സിലിക്കൺ ഓർ ജെർമേനിയം ഒബ്റ്റൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ബോറോൺ, അലൂമിനിയം, ഇൻഡിയം ഒക്കെ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അത് ട്രൈവാലന്റ് ആറ്റം ആയതുകൊണ്ട് തന്നെ അവരെന്താണ്? അക്സെപ്റ്റേഴ്സ് ഇൻ നേച്ചർ ആണ്, മറക്കരുത്. ഇനി Ne NH = Ni² ആണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഉപയോഗിക്കുന്നത്. Ne = NH = Ni ആണ് നമ്മുടെ എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ Ne = NH ആണ് ശരിക്കും എന്ത് നമ്മുടെ Ni എന്നുള്ളതാണ് നമ്മുടെ പ്യുവർ സെമി കണ്ടക്ടേഴ്സ് നമ്മൾ പറയാറുള്ളത്. ഫർദർ ദ മെറ്റീരിയൽ പൊസസ്സസ് ആൻ ഓവറോൾ ചാർജ് ന്യൂട്രാലിറ്റി. ശരിയല്ലേ? ഒരു സെമി കണ്ടക്ടിങ് മെറ്റീരിയലിന്റെ ഓവറോൾ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂട്രൽ ആണ് എന്ന് വേണം പറയാൻ. അങ്ങനെ ഇരിക്കുന്ന നമ്മളിലേക്ക് ഒരു ചോദ്യം ഇതാ വരികയാണ്. മാച്ച് ദി ഫോളോയിങ് ആണ്. നമ്മൾ ഈ പറഞ്ഞ സമ്മറി ബേസിലുള്ള കുറച്ച് ചോദ്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ ഓം മീറ്റർ ആണ്. മെറ്റൽസ്, ഗാലിയം ആർസനൈഡ്, എലമെന്റൽ സെമി കണ്ടക്ടർ, ഇൻസുലേറ്റേഴ്സ്, ഇത്രയുമാണ് പറയുന്നത്. സോ ഗാലിയം ആർസനൈഡ് നമ്മൾ കണ്ടതാണല്ലോ, നമുക്ക് പെട്ടെന്ന് മാച്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങോട്ടാണ്? ഗാലിയം ആർസനൈഡ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ആണ്, നമുക്കത് മാച്ച് ചെയ്യാം. എലമെന്റൽ സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ആണ് സിലിക്കൺ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിലിക്കൺ എനിക്ക് എന്ത് ചെയ്യാം? അതും അങ്ങോട്ട് മാച്ച് ചെയ്യാം. ഇനി മെറ്റൽസിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും റെസിസ്റ്റിവിറ്റി വാല്യൂ ആണ് നിങ്ങൾ നോക്കേണ്ടത്.
ഇവിടെ ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വലിയ വാല്യൂ ഏതാണോ അവർ എന്ത് ചെയ്യുക, ഇൻസുലേറ്റേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുക. സോ ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ റെസിസ്റ്റിവിറ്റി കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ 10⁸ ഓം മീറ്റർ ആണ് ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ. മെറ്റൽസിന്റെ കേസിൽ എന്താണ്, റെസിസ്റ്റിവിറ്റി കുറവാണ്, അതുകൊണ്ട് എനിക്ക് 10⁻² ടു 10⁻⁸ ഓം മീറ്റർ എന്ന് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് കാണിക്കാം. ആണല്ലോ? യെസ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് നോക്കുന്നത്, നമ്മളിപ്പോൾ സമ്മറിയിൽ വായിച്ച കാര്യങ്ങൾ തന്നെയാണോ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇവിടെ നോക്കാം, ചാർജ് കാരിയേഴ്സ് ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഒബ്റ്റൈൻഡ് ഡ്യൂ ടു തെർമൽ എക്സൈറ്റേഷൻ. പറഞ്ഞതാണല്ലേ, ഇവിടെ തെർമൽ എക്സൈറ്റേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇലക്ട്രോൺസും ഹോൾസുമാണ് ചാർജ് കാരിയേഴ്സ്, ആർ ഒബ്റ്റൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് തെർമൽ എക്സൈറ്റേഷൻ എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം ദി സ്റ്റേറ്റ്മെന്റ് ഈസ് അബ്സല്യൂട്ട്ലി ട്രൂ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. സ്റ്റേറ്റ്മെന്റ് 2 വായിച്ചേ. പ്രസൻസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇൻ is an intrinsic property of a semiconductor. ഇലക്ട്രോണിന്റെയും ഹോളിന്റെയും പ്രസൻസ് എന്ന് പറയുന്നത് ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് എന്ന് നമ്മൾ തൊട്ട് മുന്നേ വായിച്ചതാണല്ലേ. അതൊരു ഇൻഹറന്റ് പ്രോപ്പർട്ടിയാണ്, അതിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതും ട്രൂ പറയാം. ദാറ്റ് മീൻസ് എനിക്ക് ഇവിടെ പറയാം ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് പറയാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഔട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ്. കുറച്ച് പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. അതിൽ സെമി കണ്ടക്ടേഴ്സിന് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് കറസ്പോണ്ടിങ് ടു സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് കറസ്പോണ്ടിങ് ടു സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ചൂസ് ചെയ്യാൻ ആണ് പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹാവ് എ വെരി ലോ റെസിസ്റ്റിവിറ്റി കമ്പയർഡ് ടു അതർ സോളിഡ്സ് എന്നാണ്. അതർ സോളിഡ്സുമായി കമ്പയർ ചെയ്യുക, അതർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസും ഇൻസുലേറ്റേഴ്സുമാണ്, അവരുമായി കമ്പയർ ചെയ്യുമ്പം വളരെ ചെറിയ റെസിസ്റ്റിവിറ്റി ആണ് എന്നാണ് പറയുന്നത്. ആണോ? നോ. സെമി കണ്ടക്ടേഴ്സിന് ശരിക്കും ഇന്റർമീഡിയറ്റ് റെസിസ്റ്റിവിറ്റി ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. വൈൽ സെമി കണ്ടക്ടേഴ്സ് ഹാസ് ഇന്റർമീഡിയറ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ ഇൻസുലേറ്റേഴ്സിന്റെയും അതേപോലെ ആരുടെയും ഇടയിലാണ്, മെറ്റൽസിന്റെയും ഇടയിലാണ്. അപ്പൊ ഇതിനെ എനിക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒന്നിനെ ഞാൻ അവിടെ മാറ്റി വെച്ചു, ഒന്ന് എന്തായാലും വരത്തില്ല. സെമി കണ്ടക്ടേഴ്സ് ക്യാൻ ബി എലമെന്റൽ ആസ് വെൽ ആസ് ഇൻ കോമ്പൗണ്ട് ഫോം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സെമി കണ്ടക്ടേഴ്സിന് എലമെന്റ് ആകാം, കോമ്പൗണ്ട് ഫോമിലാകാം. ട്രൂ ആണ്. The number of electrons will be equal to number of holes in an extrinsic semiconductor. Extrinsic semiconductor n equal to nh എന്നാണ് നമ്മൾ പഠിച്ചത്. അല്ല, this statement is actually false. By doping with a suitable impurity, the number of electrons or holes can be changed എന്നാണ്. ശരിയല്ലേ? ഡോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിലോ ഹോളുകളുടെ എണ്ണത്തിലോ മാറ്റം വരുത്താൻ സാധിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് അബ്സല്യൂട്ട്ലി ട്രൂ എന്ന് പറയാം. ഇനി നോക്കിയേ, ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ NH ഈസ് ഗ്രേറ്റർ ദാൻ NE എന്നാണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ NH NEയേക്കാളും കൂടുതലും പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ NE NHനേക്കാളും കൂടുതലും എന്നാണ് പറയുന്നത്. ശരിയാണോ അത്? അല്ല, എൻ ടൈപ്പിൽ ഇലക്ട്രോണുകളാണ് കൂടുതൽ, NE ആണ് ഗ്രേറ്റർ, പി ടൈപ്പിൽ NH ആണ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചോണം കറക്റ്റ് ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. സോ ഇതും ഫോൾസ് ആണ്. ആകെ 2 സ്റ്റേറ്റ്മെന്റ്സ് ശരിയായിട്ടുള്ളൂ. ജസ്റ്റ് 2 and 4 ഉള്ളി എന്നാണ്. 2, 4 ഉള്ളി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ നമുക്ക് പറയാൻ സാധിക്കും. ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? ഇവിടെ നോക്കുക. ചൂസ് ദ അക്സെപ്റ്റർ ആറ്റം ഫ്രം ദ ഫോളോയിങ് യൂസ് ടു മേക്ക് എ പി ടൈപ്പ് സിലിക്കൺ ഓർ ജെർമേനിയം സെമി കണ്ടക്ടർ. ഒരു പി ടൈപ്പ് സിലിക്കൺ ജെർമേനിയം സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ ആവശ്യമായ അക്സെപ്റ്റർ ആറ്റം ഇതിനകത്ത് ഏതാണ് എന്നാണ് ചോദ്യം. അക്സെപ്റ്റർ ആറ്റം എന്ന് പറഞ്ഞാൽ ട്രൈവാലന്റ് ആണ് അല്ലേ. പി ടൈപ്പ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ആലോചിക്കണം ഇത് ട്രൈവാലന്റ് ആണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ട്രൈവാലന്റ് ആരാണ് എന്ന് നോക്കിയാൽ മതിയാകും. അരസനിക്, ആന്റിമണി, ഫോസ്ഫറസ്, അലൂമിനിയം. ഉറപ്പായിട്ടും ആരാണ് ട്രൈവാലന്റ്? അലൂമിനിയം ആണ് ട്രൈവാലന്റ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ നമുക്ക് പറയാൻ സാധിക്കും. ഇതൊക്കെ ആ പറഞ്ഞ സമ്മറി ബേസിലുള്ള ചോദ്യങ്ങളാണ്. പിന്നെ നോക്കിയ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ട്രൈവാലന്റ് ആറ്റംസ് ആർ ഡോണേഴ്സ് and can be used to make n-type semiconductors. ആണോ? ട്രൈവാലന്റ് ആറ്റംസ് ഡോണേഴ്സ് ആണെന്നാണ് പറയുന്നത്. ട്രൈവാലന്റ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റേഴ്സ് ആണ്. അവരെ പി ടൈപ്പ് സെമി കണ്ടക്ടർ മേക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി ഫോൾസ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. Pentavalent atoms are donors and can be used to make n-type semiconductors. ശരിയാണ് അല്ലേ? പെൻഡാവാലന്റ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് കൂടുതൽ ആൾക്കാരാണ്, അവർ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അവരെ n-type semiconductor യൂസ് ചെയ്യുന്നു. അപ്പം ഇത് ട്രൂ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ആണ് ശരിക്കും ഇവിടുത്തെ ശരി ഉത്തരം. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് NeNH equal to Ni square can be applied to all cases including an intrinsic semiconductor.
ആണോ? അല്ല. അവിടെ ഇംപ്യൂരിറ്റി വരുമ്പോഴാണ് ആ റിലേഷൻ മാറുന്നത് അല്ലേ? ഇംപ്യൂരിറ്റി ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൽ ഒരിക്കലും വരത്തില്ല. ദാറ്റ് മീൻസ് ദിസ് ഇസ് എൻ ഓപ്ഷൻ ഫോൾസ് ആണ്. ഫോൾസ് ഓപ്ഷൻ ആണ് സ്റ്റേറ്റ്മെന്റ് 1. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ പൊസസ് എൻ ഓവറോൾ ചാർജ് ന്യൂട്രാലിറ്റി. ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഓവറോൾ ചാർജ് ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് എന്ന് പറയാം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അത്രയും. 10ാമത്തെ സമ്മറി നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ദർ ആർ 2 ഡിസ്റ്റിങ്ക്ട് ബാൻഡ് ഓഫ് എനർജി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. വാലൻസ് ബാൻഡ് ലോവർ എനർജി, കണ്ടക്ഷൻ ബാൻഡ് ഹയർ എനർജിയാണ്. കോൾഡ് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇൻ വിച്ച് ദ ഇലക്ട്രോൺസ് ഇൻ എ മെറ്റീരിയൽ, അല്ലേ? ഇലക്ട്രോൺസ് അവിടെയാണ് കാണപ്പെടുന്നത്. വാലൻസ് ബാൻഡ് എനർജീസ് ആർ ലോ ആസ് കമ്പയർഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് എനർജി. ശരിയല്ലേ? വാലൻസ് ബാൻഡ് എനർജി, വാലൻസ് ബാൻഡ് താഴെ, അത് കഴിഞ്ഞൊരു എനർജി ഗ്യാപ്പിന് ശേഷമാണ് എന്ത് വരുന്നത്? കണ്ടക്ഷൻ ബാൻഡ് വരുന്നത്. ഓൾ എനർജി ലെവൽസ് ഇൻ ദ വാലൻസ് ബാൻഡ് ആർ ഫിൽഡ്. വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അവിടെ നിന്നാണ് ഇലക്ട്രോൺ പുറത്തേക്ക് ചാടുക, എന്നിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. സോ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഫുള്ളി എം ടി ആയിരിക്കും, അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. സോ കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് പോലെയല്ല, ഒന്നെങ്കിൽ ഫുള്ളി എം ടി ആയിരിക്കും, അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആണ് എന്ന് പറയാം. ദ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആർ ഫ്രീ ടു മൂവ്. ആണ്, കണ്ടക്ഷൻ ബാൻഡ് എത്തിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഇൻ എ സോളിനോയിഡ് റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ടിവിറ്റി. കാരണം അവരാണ് കറണ്ട് കടത്തി വിടാൻ സഹായിക്കുന്നത്. The extent of conductivity depends upon the energy gap between the top of valence band and the bottom of conduction band, അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെറ്റൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എനർജി ഗ്യാപ്പ് ഉണ്ട്. അപ്പം എനർജി ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ അവിടെ കണ്ടക്ഷൻ പാടായിരിക്കും. ആ ഇലക്ട്രോണുകൾക്ക് ചാടി അങ്ങോട്ട് എത്താൻ സാധിക്കില്ല. അവർ ഇൻസുലേറ്റേഴ്സ് ആണ്. എനർജി ഗ്യാപ്പ് ഒട്ടുമില്ലെങ്കിൽ അവരെ നമ്മൾ മെറ്റലുകൾ എന്ന് വിളിക്കും. അപ്പം എക്സ്റ്റെൻഡ് ഓഫ് കണ്ടക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ശരിക്കും അവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പാണ് എന്ന് പറയാൻ സാധിക്കും. ദ ഇലക്ട്രോൺസ് ഫ്രം വാലൻസ് ബാൻഡ് ക്യാൻ ബി എക്സൈറ്റഡ് ബൈ ഹീറ്റ്, ലൈറ്റ് ഓർ ഇലക്ട്രിക്കൽ എനർജി. വാലൻസ് ബാൻഡിൽ നിന്നാണ് ഹീറ്റ്, ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് ഇലക്ട്രോൺസുകളെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കുന്നതും അവിടുന്ന് കറണ്ടിന്റെ ഫ്ലോവിനെ സഹായിക്കുന്നതും ആണല്ലോ. ഇതാണ് 10th പോയിന്റ് സമ്മറി എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും അതിന്റെ ബേസിലുള്ള ഒരു ചോദ്യം വായിച്ചു നോക്കാം. നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു നോക്കി പോസ് ചെയ്തിട്ട് ആൻസർ പറയുക. ഓക്കെ അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 നോക്കിയേ. ദി ഇലക്ട്രോൺസ് ഫ്രം ദ കണ്ടക്ഷൻ ബാൻഡ് ക്യാൻ ബി എക്സൈറ്റഡ് ബൈ ഹീറ്റ്, ലൈറ്റ് ഓർ ഇലക്ട്രിക്കൽ എനർജി. ശരിയാണല്ലോ. ഹീറ്റും ലൈറ്റും ഇലക്ട്രിക്കൽ എനർജി ഒക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണല്ലോ. പക്ഷെ ഇത് എവിടെയാണ്? വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ വായിച്ചു നോക്കി. ദി ഇലക്ട്രോൺസ് ഫ്രം ദ കണ്ടക്ഷൻ ബാൻഡ് ക്യാൻ ബി എക്സൈറ്റഡ് ബൈ ഹീറ്റ്, ലൈറ്റ് ഓർ ഇലക്ട്രോൺ ടു ദ വാലൻസ് ബാൻഡ് എന്നാണ് പറയുന്നത്. ദസ് പ്രൊഡ്യൂസ് എ ചേഞ്ച് ഇൻ കറന്റ് ഫ്ലോയിങ് ഇൻ എ സെമി കണ്ടക്ടർ. അത് ശരിയാണോ? ശരിയാണോ? അല്ല. വാലൻസ് ബാൻഡിൽ നിന്നും എക്സൈറ്റ് ചെയ്യിച്ചാണ് അത് എന്ത് ചെയ്യുന്നത്? കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കുന്നത്. ദാറ്റ് മീൻസ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി ഫോൾസ്. തിരിച്ചാണത് വരേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 2 വായിക്കുക. ഓൾ എനർജി ലെവൽസ് ഇൻ ദ വാലൻസ് ബാൻഡ് ആർ ഫിൽഡ്. വാലൻസ് ബാൻഡിലെ എല്ലാ എനർജി ലെവൽസും ഫിൽഡ് ആണ്. വെൽ എനർജി ലെവൽസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് മേ ബി ഫുള്ളി എം ടി ഓർ പാർഷ്യലി ഫിൽഡ്. നമ്മൾ വായിച്ച സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലേ? അത് ട്രൂ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓൾ എനർജി ലെവൽസ് ഇൻ ദ വാലൻസ് ബാൻഡ് ആർ ഫിൽഡ് നമ്മൾ അതേപോലെ എഴുതി വിട്ടിട്ടുണ്ട്, അല്ലേ? ഓൾ എനർജി ലെവൽസ് ഇൻ ദ വാലൻസ് ബാൻഡ് ആർ ഫിൽഡ്. Well, energy levels in the conduction band may be fully empty or partially filled. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ അവസാനത്തെ സെറ്റ് ഓഫ് എന്തും കൂടെ വായിക്കുകയാണ്, സമ്മറി പോയിന്റ്സും കൂടെ വായിക്കുകയാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇൻസുലേറ്റേഴ്സിന് എനർജി ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. സെമി കണ്ടക്ടേഴ്സിന് എനർജി ഗ്യാപ്പ് 0.2 3 ഇലക്ട്രോൺ വോൾട്ടിനും ഇടയിലായിരിക്കും. മെറ്റൽസിന് എനർജി ഗ്യാപ്പ് അപ്രോക്സിമേറ്റ്ലി 0 ആണ് എന്ന് പറയാം. ഇനി പി എൻ ജംഗ്ഷനെ കുറിച്ച് പഠിച്ചാൽ നമ്മൾ പറഞ്ഞു പി എൻ ജംഗ്ഷനിലാണ് ഡിപ്ലേഷൻ ലെയറും പൊട്ടൻഷ്യൽ ബാരിയർ ഒക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പി എൻ ജംഗ്ഷൻ ഈസ് ദ കീ ടു ഓൾ സെമി കണ്ടക്ടർ ഡിവൈസസ്. വെൻ സച്ച് എ ജംഗ്ഷൻ ഈസ് മെയ്ഡ് എ ഡിപ്ലേഷൻ ലെയർ ഈസ് ഫോംഡ് എന്നാണ്. എന്താണ് ഡിപ്ലേഷൻ ലെയറിന്റെ പ്രത്യേകത? ഡിപ്ലേഷൻ ലെയറിന്റെ പ്രത്യേകത ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ സ്റ്റേറ്റ്മെന്റിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്. അത് കൃത്യമായി വായിച്ചോണം. എ ഡിപ്ലേഷൻ ലെയർ ഈസ് ഫോംഡ് കൺസിസ്റ്റിംഗ് ഓഫ് ഇമ്മൊബൈൽ അയൺ കോർസ് ഡിവോയിഡ് ഓഫ് ദെയർ ഇലക്ട്രോൺസ് ഓർ ഹോൾസ് എന്നാണ്. അതായത് ഒരു ഡിപ്ലീഷൻ ലെയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ ഹോൾ പെയറുകൾ അതായത് ഇലക്ട്രോണുകളും ഹോളുകളും ആ ഭാഗത്ത് കാണത്തില്ല. ഡിവോയിഡ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം.
പകരം ആരാണ് കാണുക? അവിടെയുള്ള ഇമ്മൊബൈൽ ചാർജ് കാരിയേഴ്സ്. ഇപ്പോൾ ഫോസ്ഫറസ് ആണെങ്കിൽ ഫോസ്ഫറസിന്റെ പോസിറ്റീവ് ചാർജ് മാത്രമായിരിക്കും ഒരു സൈഡിൽ വരിക. അലൂമിനിയത്തിന് നെഗറ്റീവ് ചാർജുകൾ മാത്രമായിരിക്കും മറ്റൊരു സൈഡിൽ വരിക. അവിടെ ഇമ്മൊബൈൽ ആയിട്ടുള്ള ആ ബോണ്ടിലുള്ള ആ ഇംപ്യൂരിറ്റി ആറ്റംസിന്റെ ചാർജ് കാരിയേഴ്സ് മാത്രമാണ് ഡിപ്ലീഷൻ ലെയർ നിൽക്കുന്നത്. അല്ലാണ്ട് ഇലക്ട്രോണുകളും ഹോളുകളും ഒരിക്കലും അവിടെ ഇലക്ട്രോണും ഹോളുകൾ വന്നു കഴിഞ്ഞാൽ അവർ റീകമ്പൈൻ ചെയ്യും, അവർ കമ്പൈൻ ചെയ്യും, അവർ ചേർന്ന് ആ ബോണ്ടിലേക്ക് അങ്ങ് പോകും. അല്ലാണ്ട് ഇലക്ട്രോണുകൾ സെപ്പറേറ്റ് ആയിട്ടോ ഹോളുകൾ സെപ്പറേറ്റ് ആയിട്ടോ നമുക്ക് എവിടെ കാണാൻ സാധിക്കത്തില്ല? ഡിപ്ലീഷൻ ലെയറിൽ കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ബാരിയർ. അങ്ങനെ ആ പറഞ്ഞ പോലെ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടാകുമ്പോഴാണ് അവിടെ ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ബൈ ചേഞ്ചിങ് ദ എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ്, ബയാസിംഗ് ആണ്, എന്ത് പറയാം, ജംഗ്ഷൻ ബാരിയേഴ്സ് ക്യാൻ ബി ചേഞ്ച്. ശരിയാണ്, ഫോർവേഡ് ബയാസിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാരിയർ പൊട്ടൻഷ്യൽ കുറയുമെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇൻ ഫോർവേഡ് ബയാസ് the barrier is decreased എന്നാണ് പറയുന്നത്. എന്താ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ എൻ സൈഡ് നെഗറ്റീവ് ടെർമിനലിലേക്കും പി സൈഡ് പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഫോർവേഡ് ബയാസ്. അവിടെ ബാരിയർ പൊട്ടൻഷ്യൽ കുറയും. ഇനി റിവേഴ്സ് ബയാസ് ആണെങ്കിൽ എന്താ, റിവേഴ്സ് ബയാസിൽ ബാരിയർ ഇൻക്രീസസ് എന്നാണ് അവർ പറയുന്നത്. ഇവിടെ നോക്കുക, ഹെൻസ് ദ ഫോർവേഡ് ബയാസ് കറണ്ട് ഈസ് മോർ. അപ്പൊ ബാരിയർ കുറഞ്ഞാൽ കറണ്ട് കൂടും. ഫോർവേഡ് ബയാസ് കറണ്ട് മില്ലി ആംബിയറിലാണ്, റിവേഴ്സ് ബയാസ് കറണ്ട് മൈക്രോ ആംബിയർ ആണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ. ഇനി ഡയോഡുകളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് ഡയോഡുകളെ റെക്ടിഫൈ സർക്യൂട്ടിൽ യൂസ് ചെയ്യാൻ സാധിക്കും. എന്തിനു വേണ്ടി? എ സി വോൾട്ടേജിനെ ഒരു ഡയറക്ഷനിലേക്ക് റെസ്ട്രിക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്? ഡയോഡുകൾക്കുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇനി കിട്ടുന്നത് റിപ്പിൾസ് ആയിരിക്കും. ഇങ്ങനെ വരുന്ന ഈ റിപ്പിൾസിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഏകദേശം ഈ ഒരു രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആരാണ്? കപ്പാസിറ്റേഴ്സ് ആണ് അല്ലേ. സോ കപ്പാസിറ്റേഴ്സ് ആണ് ഡി സി വോൾട്ടേജ് ആക്കി മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് റെക്ടിഫയർ സർക്യൂട്ടിൽ. ഇത്രയും പോയിന്റുകളാണ് അവിടെ നിന്ന് പഠിക്കാനുള്ളത്. നമുക്കത് വെച്ചിട്ട് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചൂസും ചെയ്യാം. സോ ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻ എ പി എൻ ജംഗ്ഷൻ എ ഡിപ്ലീഷൻ ലെയർ ഈസ് ഫോംഡ് കൺസിസ്റ്റിംഗ് ഓഫ് ഇമ്മൊബൈൽ അയൺ കോർസ്. അത് ശരിയാണ്. ഡിപ്ലീഷൻ ലെയറിൽ ഇമ്മൊബൈൽ അയൺ കോർസ് ഉണ്ടാകും. ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഡിവോയിഡ് ഓഫ് എന്ന് പറയുന്നില്ല. അതായത് ഡിപ്ലീഷൻ ലെയറിൽ ഇമ്മൊബൈൽ അയൺ കോർസും ഇലക്ട്രോൺസും ഹോൾസും എല്ലാവരും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വിച്ച് ഈസ് ഫോൾസ്. അവിടെ ഡിവോയിഡ് ഓഫ് എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ അവരില്ല എന്ന് വേണം പറയാൻ. ഡിവോയിഡ് ഓഫ് എന്ന് വേണം പറയാൻ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഫോർ ഇൻസുലേറ്റേഴ്സ് എനർജി ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിലും ഗ്രേറ്റർ ആണ്. ശരിയാണ്. ഫോർ സെമി കണ്ടക്ടേഴ്സ് 0.2നും 3ക്കും ഇടയിലാണ്. ശരിയാണ്. മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന് അപ്രോക്സിമേറ്റ്ലി 0 ആണ്. അതും ശരി തന്നെയാണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി ട്രൂ. ഡിപ്ലീഷൻ ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ബാരിയർ ആണ്. ഡിപ്ലീഷൻ ലെയർ ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടാവുന്നത്, പ്ലസ് മൈനസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഇവർ പറയുന്നുണ്ട് അവിടെ, പ്രത്യേകം അവർ പറയുന്നുണ്ടല്ലേ. ഇവിടെ നോക്കുക, എ ഡിപ്ലീഷൻ ലെയർ ഈസ് ഫോംഡ് എന്നാണ്. ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ബാരിയർ എന്നാണ്. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഇനി ഇവിടെ നോക്കുക, എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ് ചേഞ്ചസ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻ എ പി എൻ ജംഗ്ഷൻ. ഒരു പി എൻ ജംഗ്ഷനിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ പൊട്ടൻഷ്യൽ ബാരിയർ കുറയും കൂടും മാറും. ഉറപ്പായിട്ടും ട്രൂ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ 2, 3, 4 only ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? യെസ്. ഇനിയും അവിടെ ഇതേപോലെ എത്ര സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്? 4 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് കൃത്യമായി എന്ത് ചെയ്യുക, ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്യുക. നോക്കി എല്ലാവരും. ഇൻ ഫോർവേഡ് ബയാസ് ദ ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് ഇൻക്രീസ്ഡ്. ഇൻ റിവേഴ്സ് ബയാസ് ദ ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് ഡിക്രീസ്ഡ് എന്നാണ് പറയുന്നത്. ഫോർവേഡ് ബയാസ് ചെയ്തു കഴിഞ്ഞാൽ ബാരിയർ പൊട്ടൻഷ്യൽ കൂടുന്നു എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. റിവേഴ്സ് ബയാസിൽ ബാരിയർ പൊട്ടൻഷ്യൽ കുറയുന്നു എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് നോക്കി ആൻസർ പറയണം കേട്ടോ. ഫോർവേഡ് ബയാസ് കറണ്ട് ഈസ് മോർ ദാൻ റിവേഴ്സ് ബയാസ് കറണ്ട്. ഫോർവേഡ് ബയാസിൽ കറണ്ട് കൂടുതലാണെന്നും റിവേഴ്സ് ബയാസിൽ കുറവാണെന്നും പറയുന്നുണ്ട്. ഡയോഡ് റെസ്ട്രിക്ട്സ് ദ എ സി വോൾട്ടേജ് ഇൻ ടു 1 ഡയറക്ഷൻ. 2 ഡയറക്ഷനുള്ള എ സി വോൾട്ടേജിനെ ഡയോഡ് ഉപയോഗിച്ച് ഒരു ഡയറക്ഷനിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത്. ഡി സി വോൾട്ടേജ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഇൻ എ റെക്ടിഫയർ യൂസിങ് എ കപ്പാസിറ്റർ. റെക്ടിഫയർ സർക്യൂട്ടിൽ ഡി സി വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമ്മളൊരു ഒരു കപ്പാസിറ്റർ കൊടുക്കണമെന്നാണ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കൃത്യമായി വായിച്ചു നോക്കിയിട്ട് വേഗം കമന്റ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. പുതിയൊരു ചാപ്റ്റർ ആയിട്ട് ഇനിയും കാണാം. ബൈ.